കാരാപറമ്പിൽ നിന്ന് ബിന്ദു അശോകൻ്റെ ചോദ്യം. ഖുർആൻ ഭാര്യാപീഡനം അനുവദിക്കുന്ന ഗ്രന്ഥമാണെന്നൊരു ഫെമിനിസ്റ്റ് പ്രസംഗിക്കുന്നത് കേട്ടു യൂട്യൂബിൽ. അത് ശരിയാണോ? ബിന്ദു അശോകനോട് പറയാനുള്ളത് അത് ശരിയല്ല എന്നാണ്. ഇതേപോലെയുള്ള ഫെമിനിസ്റ്റുകളുടെ സംസാരം കേട്ട് ഇസ്ലാമിനെ ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ അവരൊന്ന് ഖുർആൻ പരിശോധിക്കാൻ, പ്രവാചക വചനങ്ങൾ പരിശോധിക്കാൻ സന്നദ്ധമാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭാര്യ തല്ലാനുള്ള ഒരു ഉപകരണമല്ലോ, പീഡിപ്പിക്കാനുള്ളതല്ല. അവളെ സ്നേഹിക്കാനുള്ളതാണ്, കാരുണ്യം കാണിക്കാനുള്ളതാണ്, സമാധാനം നൽകാനുള്ളതാണ്, സമാധാനം വാങ്ങാനുള്ളതാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണിത്. അതിനാൽ സച്ചരിതരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായ നടപടികളൊന്നും എടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അള്ളാഹു. എം അക്ബർ സാഹിബ് ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഭാഗം അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ക്രൈസ്തവരെ വിമർശിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ബൈബിൾ എടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ അക്ബർ സാഹിബ് ഭാര്യയെ സ്നേഹിക്കണം എന്നത് ഖുർആനും മുഹമ്മദിന്റെ മാർഗം മുമ്പോട്ട് വെക്കുന്ന ഒരാശയമല്ല, മറിച്ച് അത് വിശുദ്ധ വേദപുസ്തകം മുമ്പോട്ട് വെക്കുന്ന ഒരാശയമാണ്. നമുക്കതൊന്ന് പരിശോധിച്ചിരിക്കുന്നത് പോലെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ക്രിസ്തു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം, മാലിന്യം എന്നിവ ആശേഷം ഇല്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കായി നിർത്തേണ്ടതിനും തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിധത്തിൽ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആരും ഒരിക്കലും തന്റെ ശരീരത്തെ വെറുത്തിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഈ കാരണത്താൽ ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതാണ്.